കഴിച്ച ബിസ്ക്കറ്റിന്റെ പൊടി അപ്പോഴും അവന്റെ ചുണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ബീഹാറിലെ ബെഗുസ്വരായ് ജില്ലയിലെ മുസഹാരിയിലെ ഒരു നാട് മുഴുവൻ 6 മാസം പ്രായമായ അവന്റെ അയൽവാസിയെ തേടി പാഞ്ഞുകൊണ്ടേയിരുന്നു. പലരും പല വഴികളിലായി തിരച്ചിൽ ആരംഭിച്ചു. പെട്ടെന്നതാ ഒരു ബാലന്റെ ശബ്ദം. കുറ്റിക്കാട്ടിലെ മണ്ണ് നീക്കി നോക്ക്, അവൾ അവിടെ ഉണ്ടാകും. പറഞ്ഞു തീരുമുമ്പ് നാട്ടുകാരിൽ ഒരാൾ അവന്റെ വാ പൊത്തിപ്പിടിച്ചു. എന്തൊക്കെ ഈ ചെക്കൻ വിളിച്ചു കൂന്നതെന്നായി. എന്നാൽ പറഞ്ഞത് വീണ്ടും അവൻ ആവർത്തിച്ചു. അതോടെ ആ 8 വയസ്സുകാരൻ പറയുന്നതിൽ സത്യം കാണുമോ എന്നറിയാൻ നാട്ടുകാർ അങ്ങോട്ടേക്ക് ഓടി. പെട്ടെന്നതാ കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു നിലവിളി. അവൻ പറഞ്ഞതുപോലെ അവിടെ ഒരു കുഞ്ഞു മൺകൂന. വന്നവരിൽ ചിലർ മണ്ണ് നീക്കി നോക്കിയപ്പോഴതാ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞ്. ഒന്നുകൂടി ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. തങ്ങൾ തിരിഞ്ഞു നടന്ന ഖുഷ്ബു. കൂട്ടത്തിലൊരാൾ അവളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. ആ കുഞ്ഞു ഹൃദയമെടുപ്പ് നിലച്ചെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ചേതനയേറ്റ അവളുടെ ആ കുഞ്ഞു ശരീരം കണ്ട് ചോര മരവിച്ചു നിൽക്കുന്ന ആൾക്കൂട്ടത്തിനിടയിൽ തെല്ലും കൂസലില്ലാതെ ആ 8 വയസ്സുകാരനും ഉണ്ടായിരുന്നു. വിവരം കാട്ടുതീ പോലെ പടർന്നു. പോലീസ് അവിടേക്കെത്തി. നാട്ടുകാർ അവൻ കണ്ട കാര്യം പോലീസിനെ ധരിപ്പിച്ചു. എല്ലാം കേട്ട പോലീസുകാരിൽ ഒരാൾ ചെറിയ ബാലന്റെ അടുത്ത് വന്നു. മോന്റെ പേരെന്താ? സദാ സാർ, അമർജിത് സദാ എന്നവൻ നെഞ്ചു വിരിച്ചു പറഞ്ഞു. അങ്കിൾ മോനോടൊരു കാര്യം ചോദിച്ചാൽ മോൻ സത്യം പറയുമോ? എനിക്ക് ബിസ്ക്കറ്റ് വാങ്ങി തന്നാൽ ഞാൻ എല്ലാം പറയാം. പാക്കറ്റുകളിൽ ബിസ്ക്കറ്റുകൾ ഓരോന്നായി കഴിക്കുന്നതിനോടൊപ്പം ആ കുഞ്ഞു വായിൽ നിന്ന് അവൻ ചെയ്ത ക്രൂരതകളും പുറത്തേക്ക് വന്നു. ചിറ്റയുടെ 6 മാസം പ്രായമുള്ള കുട്ടിയായിരുന്നു അവന്റെ ആദ്യ ഇര. അവധിക്കാലം ചിലവിടാൻ വീട്ടിലെത്തിയതായിരുന്നു അവന്റെ അമ്മയുടെ അനുജത്തി മീനയും കുഞ്ഞും. എന്നാൽ പെട്ടെന്നൊരാവശ്യം വന്നതോടെ മീനയ്ക്ക് നഗരത്തിലേക്ക് പോകേണ്ടി വന്നു. കുഞ്ഞിനെ തന്റെ ചേച്ചി നന്നായി നോക്കിക്കൊള്ളുമെന്ന പ്രതീക്ഷയിൽ അവർ നഗരത്തിലേക്ക് പോയി. എന്നാൽ ആ പകൽ മീനയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു. അവൻ നോക്കിയപ്പോൾ കുഞ്ഞുവാവ നല്ല ഉറക്കത്തിലാണ്. കുസൃതിയോടെ അവനും അവളുടെ അടുത്തെത്തി. ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആ കുഞ്ഞിന്റെ ആദ്യം ഒരു നുള്ളു കൊടുത്തു. വേദന കൊണ്ട് വാവിട്ട് കരയുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ അമർജിത്ത് കൗതുകം കൂടി. കരച്ചിൽ കൂടി വരുന്നത് അവൻ ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം അമർജിത്തിന്റെ അമ്മ പുറത്തു പോയ തക്കം നോക്കി കട്ടിലിൽ കിടന്ന് കളിച്ച കുഞ്ഞിനെ അവൻ 2 കൈകൾ ഉപയോഗിച്ച് കഴുത്തിൽ അമർത്താൻ തുടങ്ങി. ശ്വാസം കിട്ടാതെ കുട്ടി പിടയുന്നത് അവൻ വീണ്ടും വീണ്ടും ആസ്വദിച്ചു കണ്ടു. എന്നിട്ടും അവന്റെ ഉള്ളിലെ മൃഗത്തിന്റെ ആർത്തി അടങ്ങിയില്ല. കുഞ്ഞിന്റെ ശരീരം വാരിയെടുത്ത് പറമ്പിലേക്ക് നടന്നു. അവിടെ നിന്ന് ഒരു ഇഷ്ടിക എടുത്ത് കുഞ്ഞിന്റെ തലയിൽ ആഞ്ഞടിച്ചു. ചോര പുഴ പോലെ ഒഴുകുന്നത് നോക്കി നിന്ന് അവൻ ആ കാഴ്ച ആസ്വദിച്ചു. ശേഷം ഒരു കുഴിയെടുത്ത് കുഞ്ഞു ശരീരം മറവ് ചെയ്തു. സ്ഥലം മാറിപ്പോകാതിരിക്കാൻ അവിടെ ഒരു ഇഷ്ടിക കമ്പും അടയാളം എന്നോണം എടുത്തു വെച്ചു. അപ്പോഴേക്കും സദയുടെ അമ്മ വീട്ടിലേക്ക് എത്തിയിരുന്നു. മുറിയിലെത്തി കുഞ്ഞിനെ അവിടേക്ക് നോക്കി. എന്നാൽ എവിടെയും കുട്ടിയെ കണ്ടില്ല. അവർ പരിഭ്രാന്തിയോടെ സദയുടെ അടുത്തേക്ക് എത്തി. കുഞ്ഞെവിടെയെന്ന് ചോദിച്ചു. കുഞ്ഞിനെ ഞാൻ കൊന്നു കളഞ്ഞമ്മേ. നല്ല രസമായിരുന്നു. തെല്ലും കൂസാതെയുള്ള മറുപടി കേട്ട് അവർക്ക് ദേഷ്യം വന്നു. മോനെ, അമ്മയോട് സത്യം പറ, കുഞ്ഞെവിടെ? അമ്മയെ പിടിച്ചു വലിച്ചുകൊണ്ട് അമർജിത്ത് നടന്നു ചെന്നത് വീടിന് പിന്നിലെ കൃഷിയിടത്തിലേക്കാണ്. അവിടെ എത്തി കുഴി മാന്തി നോക്കിയപ്പോൾ രക്തത്തിൽ കുളിച്ച് ചേതനയേറ്റ കുഞ്ഞിന്റെ ശരീരം കണ്ട് ആ അമ്മ ഞെട്ടിപ്പോയി. അതിലുപരി മീനയോട് എന്തു പറയുമെന്നായി ആധി. സദായുടെ അച്ഛനും അമ്മയും വിവരം പുറത്തറിയാതെ സൂക്ഷിച്ചു. ദിവസങ്ങൾക്ക് ശേഷം മീന തിരികെ എത്തിയപ്പോൾ കരഞ്ഞുകൊണ്ട് വിവരങ്ങൾ പറയാനല്ലാതെ അവർക്ക് മറുത്തൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. നമ്മുടെ സദ കുഞ്ഞല്ലേ, അവൻ അറിയാതെ ചെയ്തതായിരിക്കും. പുറത്തു പറഞ്ഞാൽ കുഞ്ഞിന്റെ ഭാവിക്ക് അത് ദോഷം ചെയ്യുമെന്നൊക്കെ അവർ സഹോദരിയെ പറഞ്ഞു മനസ്സിലാക്കി. അങ്ങനെ ആ അരുംകൊല അന്ന് ആ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി. ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. അങ്ങനെ സദയുടെ അമ്മ 2ാമതൊരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അനുജത്തി വന്നതോടെ സദയുടെ സ്വഭാവത്തിന് മാറ്റം വരുമെന്ന് ആ മാതാപിതാക്കൾ വിശ്വസിച്ചു. എന്നാൽ അച്ഛനും അമ്മയുമുള്ള തങ്ങളുടെ ആ കൊച്ചു ലോകത്തിലേക്ക് ഇടിച്ചു കയറി വന്ന ഒരു അപരിചിത മാത്രമായിരുന്നു അവന്റെ അനുജത്തി. അവനൊപ്പം അവളും ആ വീട്ടിൽ വളർന്നു. എന്നാൽ അവളെ കളിപ്പിക്കാനോ കൂടെ ഇരിക്കാനോ അവൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അനിയത്തിക്കുട്ടിക്ക് കൃത്യം 8 മാസം പ്രായമായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കൂട്ടുകാരുമൊത്ത് കളിച്ച് ക്ഷീണിച്ച് അവൻ വീട്ടിലേക്ക് കയറി വന്നു. അപ്പോഴാണ് കുഞ്ഞ് അമ്മയുടെ കൂടെ ഉറങ്ങിക്കിടക്കുന്നത് അവൻ കണ്ടത്. അമ്മയെ ഉണർത്താതെ ചിരിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ അടുത്തേക്ക് അവൻ നടന്നു. അവനെ കണ്ടതും ആ കുഞ്ഞി കണ്ണുകൾ വിടർന്നു. കുഞ്ഞി മോണ കാട്ടി അവൾ ചേട്ടനെ നോക്കി ചിരിച്ചു. സദാ ചിരിച്ചുകൊണ്ട് അവളുടെ തൊണ്ടക്കുഴിയിൽ വിരലുകൾ ഞെരിച്ചു. കുഞ്ഞ് പിടയുന്നത് കണ്ട അവൻ വന്യമായി ചിരിച്ചുകൊണ്ടിരുന്നു. നിമിഷ നേരം കൊണ്ട് അവളും നിശ്ചലമായി. ഉറക്കമുണർന്ന അമ്മ പാല് കൊടുക്കാൻ കുഞ്ഞിനെ എടുത്തു. എന്നാൽ എത്ര വിളിച്ചിട്ടും കുഞ്ഞിന് അനക്കമില്ല. വീണ്ടും വീണ്ടും കുലുക്കി വിളിച്ചു. അനക്കമില്ലെന്ന് കണ്ടതോടെ അമ്മ ഭർത്താവിനെ വിളിച്ചു. കാര്യം പറഞ്ഞു. അമ്മയുടെ കരച്ചിൽ കേട്ട് നിന്ന് അമർജിത്ത് പറഞ്ഞു, ഇനി വിളിച്ചിട്ട് കാര്യമില്ല, അവളെ ഞാൻ കൊന്നു. ചെക്കൻ പറയുന്നത് കേട്ടവർ സ്തംഭിച്ചു നിന്നു. എന്നെ മിഴിച്ചു നോക്കണ്ട, ഞാൻ അവളെ കൊന്നു. മകളുടെ ഘാതകൻ ജന്മം നൽകിയ മറ്റൊരു മകൻ. എന്താ അല്ലേ?
പക്ഷേ ഭയവും നാണക്കേടും കാരണം കൊലപാതക വിവരം മാതാപിതാക്കൾ നാട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും മറച്ചു വെച്ചു. ഒരു മകനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് അന്ന് ആ അച്ഛനും അമ്മയും അവനോട് ചെയ്തത്. അതവന് അടുത്ത കൊല ചെയ്യാൻ പ്രചോദനമായി. അവന്റെ വീട് വീണ്ടും പഴയ പോലെയായി. കുഞ്ഞിന്റെ വേർപാടിന്റെ ദുഃഖത്തിൽ നിന്നും കരകയറിയ അവന്റെ വീട്ടുകാർ പൂർവ്വസ്ഥിതിയിലായി. എല്ലാം പണ്ടത്തെ പോലെ തന്നെ തുടർന്നു. 2 കൊലപാതകങ്ങൾ ചെയ്തിട്ടും ആരും ഒന്ന് നുള്ളി നോവിക്കുക പോലും ചെയ്യാത്തത് ചോരയോടുള്ള അവന്റെ ദാഹത്തിന് കാരണമായി. അങ്ങനെ 3ാമത്തെ അവന്റെ ഇരയെ തേടി നടന്നുകൊണ്ടേയിരുന്നു. ആ തിരച്ചിൽ ചെന്നെത്തിയത് അവന്റെ അയൽവാസിയായ ചുൻചുൻ ദേവിയുടെ മകൾ ഖുഷ്ബുവിന്റെ അടുത്തേക്കാണ്. ഖുഷ്ബുവിനെ ഗ്രാമത്തിലെ പ്രൈമറി സ്കൂൾ വരാന്തയിൽ ഉറക്കിക്കിടത്തി ചുൻചുൻ ദേവി തൊട്ടടുത്ത് തന്നെ ജോലിയിൽ മുഴുകി. എന്നാൽ തിരികെ വന്നപ്പോൾ കുഞ്ഞില്ല. അമർജിത്തിനെ ആ പരിസരങ്ങൾ കണ്ടതായി ചില ആളുകൾ പറഞ്ഞു. അങ്ങനെ എല്ലാവരും അവന്റെ വീട്ടിലേക്കെത്തി. ഖുഷ്ബു എവിടെയെന്ന് ആവർത്തിച്ച് ചോദിച്ചു. പതിവ് പോലെ ചുണ്ടിൽ ചിരിയുമായി അവൻ നിന്നു. നാട്ടുകാർ ഉടൻ തന്നെ നാനാ ദിക്കിലേക്ക് കൂടി കുട്ടിക്കായി തിരച്ചിൽ ആരംഭിച്ചു. കുട്ടിയെ കുഴിച്ചിട്ട സ്ഥലം കാണിച്ചു കൊടുത്തതോടെ അവൻ ചെയ്ത 3 കൊലപാതക കഥകളുടെയും ചുരുളുകൾ താനെ അഴിഞ്ഞു. കൊലപാതക കഥ പറയിപ്പിക്കാൻ പോലീസിന് വേണ്ടി വന്നത് വെറും 2 കവർ ബിസ്ക്കറ്റുകൾ മാത്രം. ചോദ്യം ചെയ്യലിനിടെ അവൻ കരഞ്ഞില്ല, ഭയന്നില്ല. പകരം എനിക്ക് ബിസ്ക്കറ്റ് തരുമോ എന്ന് മാത്രം ചോദിച്ചു. യാതൊരു കുറ്റബോധവും അവന്റെ ഭാഗത്തു നിന്നുണ്ടാവാത്തത് പോലീസിൽ അത്ഭുതമുണ്ടാക്കി. വൈദ്യപരിശോധനയിൽ ഡോക്ടർമാർ അവന് കണ്ടന്റ് ഡിസോർഡർ അഥവാ പെരുമാറ്റ വൈകല്യമുണ്ടെന്ന് കണ്ടെത്തി. മറ്റുള്ളവരുടെ വേദനയിൽ ആനന്ദം കണ്ടെത്തുന്നതാണ് ഈ അവസ്ഥ. തെറ്റോ ശരിയോ ഏതെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ഈ അവസ്ഥയാണ് അവനെ ക്രൂരകൃത്യങ്ങൾക്ക് പ്രേരിപ്പിച്ചതെന്ന് വിദഗ്ധർ പറയുന്നു. ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം ആ 8 വയസ്സുകാരനെ ചികിത്സയ്ക്ക് വിധേയനാക്കുകയും പിന്നീട് പുതിയ ഐഡന്റിറ്റിയോടെ മോചിപ്പിക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. ജനരോക്ഷം ഭയന്ന് സർക്കാർ അവന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടില്ല. അമർജിത് സദാ ഇന്ന് എവിടെയാണ്, എന്ത് ചെയ്യുന്നു, ഇതൊന്നും ആർക്കും അറിയില്ല. ഒരുപക്ഷെ വീണ്ടും അവൻ നമ്മളിൽ ഒരാളായി തന്റെ അടുത്ത ഇരയെ തേടി അലയുന്നുണ്ടാവും.